പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധവും പരിപാലനവുമായി അൾത്താരയിൽ വന്ന് സാക്ഷി പറയുവാൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ പേര് ഷൈജ. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മേലടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ UAE ഒരു കുടുംബമായി ഞങ്ങൾ ജീവിക്കുന്നു. 2019 ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ഒരു ചേച്ചി ഞങ്ങൾക്ക് പത്രം തരികയും കാശുരൂപം തരികയൊക്കെ ചെയ്തത്. പിന്നെ ഞങ്ങൾ ശാലോം TV-യിലൊക്കെ കൃപാസനത്തെക്കുറിച്ച് അറിയാനൊക്കെ ഇടയായിരുന്നു. 2021 ഞങ്ങൾക്ക് 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മൂന്നാമതൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് വളരെ പ്രഗ്നൻസിയിലെല്ലാം ഒത്തിരി ഡയബറ്റിക്കും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. 2021 എനിക്ക് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ്, യൂട്രൈൻ സിസ്റ്റം, ഓവറിയിലും ബ്രസ്റ്റിലൊക്കെ സിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പല ഡോക്ടേഴ്സും സർജറി പറഞ്ഞു, ചില ഡോക്ടേഴ്സ് പറഞ്ഞു പ്രഗ്നൻസിയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവിനോട് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡാണ് അവിടുത്തെ പള്ളി ഗേറ്റൊക്കെ അടയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു ബ്രദറായിരുന്നു, അദ്ദേഹം വെക്കേഷന് പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഗേറ്റ് തുറന്നപ്പോൾ കുറേ പൂച്ചകൾ അവിടെ വന്നായിരുന്നു. അതിനകത്തൊരു നീല കളറുള്ളൊരു പൂച്ച ഞങ്ങളുടെ ചുറ്റും വന്നിരുന്നു. ഞങ്ങളെ മാതാവിൻ്റെ ഗ്രോട്ടോടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പൂച്ച ഞങ്ങളുടെ പ്രാർത്ഥന കഴിയുന്നവരെ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ജപമാല ചൊല്ലുമ്പോഴെല്ലാം ആ പൂച്ച എനിക്ക് ചുറ്റും മക്കൾക്ക് ചുറ്റും ഇങ്ങനെ ഞങ്ങളെ വലയം ചെയ്ത് നടന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൊറോണയുടെ പീരീഡ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ ആരെങ്കിലും ഫാമിലികൾ ഉപേക്ഷിച്ച ഒരു പൂച്ചയായിരിക്കും. പക്ഷേ അതിനെ കണ്ടാൽ അറിയാം അതൊരു റോയൽ പൂച്ചയാണെന്ന്. അത് ഞങ്ങൾ ഹസ്ബൻഡ് പോയി അതിനെ സ്ട്രോ മിൽക്കും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു. പൂച്ച കുട്ടികളോട് ഭയങ്കര ഇതായിട്ട് അതിനെ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു അപരിചിതമായ പൂച്ച പോലെയല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളത് വരുമ്പോഴൊക്കെ കുട്ടികൾ പറഞ്ഞു നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ നിയമങ്ങളും നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നമുക്കത് പിന്നെ ആരും കൊണ്ടുപോയാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ ഇങ്ങനത്തെ ഒരു പൂച്ചയെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. പിന്നീടാണ് ഞങ്ങളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചിലപ്പോൾ അതൊരു ഡിവൈൻ അപ്പിയറൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് മാതാവിൻ്റെ രൂപം, നീല കളറുള്ളൊരു രൂപം ആ പൂച്ചയിൽ ഞങ്ങൾ കണ്ടത്. പിന്നീട് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. അങ്ങനെ അതിനുശേഷം പിന്നെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഡയബറ്റീസ് ഭയങ്കര ഹൈ ആയി. 4 ടൈംസ് ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വന്നു. എങ്കിലും പരിശുദ്ധ അമ്മയുടെ അനന്തശക്തിയാൽ അമ്മ ഞങ്ങളെ സഹായിച്ചു. ഞാൻ 2021 ജനുവരി 5 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അമ്മയുടെ തൈലവും ഉപ്പും എല്ലാം വിശുദ്ധ തൈലങ്ങൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഏപ്രിൽ 6 സിസേറിയനിലൂടെ അമ്മ ഞങ്ങൾക്ക് ഈ മകനെ നൽകി അനുഗ്രഹിച്ചു. സിസേറിയൻ കഴിഞ്ഞിട്ട് വന്ന് നൈറ്റിലൊക്കെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും ഒക്കെ അത് ഞങ്ങൾക്കിടയായി. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് ഹാർട്ട് എക്സാം ചെയ്തപ്പോൾ പറഞ്ഞു ചെറിയ മർമർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചെറിയ കാർഡിയാക് മർമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ തൈലം എപ്പോഴും കുളിപ്പിക്കുന്നതിന് മുമ്പ് ശരീരത്തിലെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷേന പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പുരട്ടുവാരായിരുന്നു. അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 6 മന്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ റിപ്പീറ്റഡ് എക്കോ ഉണ്ടായിരുന്നു. അങ്ങനെ എക്കോയ്ക്ക് പോയി കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, മാതാവ് അത് സുഖപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവനൊരു വിറ്റ്നസ് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ 6 മന്ത് കഴിഞ്ഞപ്പോൾ എക്കോ റിപ്പീറ്റ് ചെയ്തു. എക്കോയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ്ലി ഇവൻ്റെ ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് അത് ക്ലോസ് ആയിട്ടുണ്ട്, ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം എക്കോ ചെയ്യാനായിട്ട് ഇവൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അറബിക് ഡോക്ടേഴ്സായിരുന്നു. ഡോക്ടറിൻ്റെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു, എങ്കിലും സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനമെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മാതാവി അമ്മേ നീ തന്നെ വന്ന് കുഞ്ഞിനെ ശാന്തനാക്കി കിടത്തി, നീ തന്നെ എക്കോ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു പ്രോപ്പർ റിസൾട്ട് കിട്ടാനായിട്ട്. മാതാവിൻ്റെ ആ സാന്നിധ്യത്തിൽ അവൻ ശാന്തനായി കിടന്നു. ഡോക്ടർ എക്കോ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവൻ്റെ കംപ്ലീറ്റ് അത് ക്ലോസ് ആയി. നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റ് മദർ മേരിയുടെ മിറാക്കിളാണ്. ഒരു അറേബ്യൻ ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞു ദിസ് ഈസ് സർപ്രൈസ്. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ആ വലിയൊരു അസുഖത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവി അമ്മേ നിൻ്റെ മകനാണ്, നിൻ്റെ മകൻ ഒരിക്കലും ഒരു രോഗിയായി തീരാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ, അമ്മേ നീ ഒരിക്കലും അവനൊരു രോഗിയാക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയുടെ വലിയ കരുണയാൽ അവന് ഞങ്ങൾ
അസുഖത്തിൽ നിന്നുമെല്ലാം അവന് പൂർണ്ണ വിമോചനം നടത്തി കൊടുത്തു. പിന്നെ അവന് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം മരുഭൂമിയിൽ വെച്ചൊരു കുഞ്ഞിനെ നൽകി അവന് എലൈസർ എന്ന് പേരിട്ടു, ദൈവം സഹായമാകുന്ന അർത്ഥത്തിൽ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവന് എലൈസർ എന്ന് തന്നെ ഞങ്ങൾ പേരിട്ടു. പിന്നെ അവനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴെല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ്റെ അധ്യായങ്ങളാണ് കിട്ടാറ്. അതുകൊണ്ട് അവനെ നിക്നെയിമായിട്ട് ഏലിയ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. പിന്നീടുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഹോദരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് റിന്യൂവലായിരുന്നു സെപ്റ്റംബറിൽ. അപ്പോൾ ഞങ്ങൾ റിന്യൂവലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഒക്ടോബറിലാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത്. ഒക്ടോബർ 10-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് വിസ എക്സ്പയറി ആയിരുന്നു. പാസ്പോർട്ട് കിട്ടിയാലാണ് നമുക്കത് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പാസ്പോർട്ട് കിട്ടുവാനായിട്ട് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ പറഞ്ഞു വിട്ട് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ജപമാല റാലിക്ക് മുമ്പ്, ഇവിടുത്തെ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ ജപമാല റാലിക്ക് മുമ്പ് തന്നെ പാസ്പോർട്ട് കിട്ടുവാനും സ്റ്റാമ്പ് ചെയ്യാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അനന്ത ശക്തിയാൽ മധ്യസ്ഥതാൽ ഒക്ടോബർ 25-ാം തീയതി 2:15 കൊറിയറിൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് വന്നു. 2:30 ഞങ്ങളത് മാതാവിൻ്റെ പ്രതിഷ്ഠാനത്ത് പ്രാർത്ഥന ചൊല്ലി ഓപ്പൺ ചെയ്ത് ഞങ്ങൾ പാസ്പോർട്ട് നോക്കി എല്ലാം കറക്റ്റായി റിസീവ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിസയൊക്കെ റിന്യൂ ചെയ്തു. അങ്ങനെ യാതൊരു ഫൈനോ പ്രോബ്ലംസും ഇല്ലാതെ മാതാവ് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അതേപോലെ തന്നെ ഒത്തിരിയേറെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും വേദനകൾ വരുമ്പോഴെല്ലാം ഞങ്ങൾ ഫസ്റ്റ് മാതാവിൻ്റെ തൈലവും ഉപ്പണ ആദ്യമായിട്ട് ഉപയോഗിക്കാം. ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പനിയായിരുന്നു. ആ ദിവസങ്ങളിൽ എല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു, ഫുൾ ഫാമിലി. അങ്ങനെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്തെല്ലാം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം തന്നെ മാതാവിൻ്റെ ഉപ്പാണ് ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കഴിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തിയതും സൗഖ്യപ്പെടുത്തിയതും. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ പത്രം എല്ലാവർക്കും ഇവിടുന്ന് വരുമ്പോഴെല്ലാം ഞങ്ങൾ മേടിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇരിക്കാറുണ്ട്. അതൊക്കെ എടുത്ത് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന സഹായങ്ങളെല്ലാം പറയുമ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാനാണ് ഞങ്ങളെപ്പോഴും പറയാറ്. പത്രവും അതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞങ്ങളറിയുന്ന ഒരു പാലിയേറ്റീവ് കെയറിലോട്ട് അവർ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ പറ്റാവുന്ന എല്ലാ മാസങ്ങളിലും തന്നെ കുറച്ച് പൈസ അയച്ചു കൊടുക്കും. പാവപ്പെട്ടവർക്ക് മെഡിസിൻ മേടിക്കാനും ട്രീറ്റ്മെൻറ്റിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കൃപാസനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. മാതാവിൻ്റെ പ്രാർത്ഥനകൾ, പ്രത്യക്ഷ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെല്ലാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യാറുണ്ട്. ഒത്തിരിയേറെ അനുഭവങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ, സഹോദരങ്ങൾക്ക്, ഫ്രണ്ട്സിനൊക്കെ അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുജത്തിക്ക് B2 എക്സാം പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാതാവിൻ്റെ വലിയ കൃപയാൽ അത് പാസ്സായി. അതേപോലെ അനിയൻ്റെ കൊച്ചിനും ഒക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറയുന്നു. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഷൈജ രജു എന്ന ഈ സഹോദരി തൻ്റെ ശാരീരികമായ രോഗാവസ്ഥയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാളുകളിൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരി പറയുന്നുണ്ട്, 2 മക്കൾക്ക് ശേഷം 7 വർഷം കഴിയുമ്പോൾ യൂട്രസിൽ വന്ന കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഒരു ഓപ്ഷനായി ഡോക്ടർമാർ പറഞ്ഞത് ഒരു പ്രഗ്നൻസി ആയിരുന്നു. അത് കുടുംബത്തിൽ നേരത്തെ തന്നെ 3 കുഞ്ഞുങ്ങൾ വേണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തോടു കൂടി വന്ന കോംപ്ലിക്കേഷൻസ് കാരണം മൂന്നാമതൊരു കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ ആലോചന വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്ന നാളുകളിലാണ് ശരീരത്തിൽ തന്നെ ചില രോഗാവസ്ഥകളും ആ രോഗാവസ്ഥയ്ക്ക് പ്രഗ്നൻസി ഒരു സൊല്യൂഷനാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് 7 വർഷങ്ങൾക്ക് ശേഷം മൂന്നാമത് ഗർഭിണിയാകുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ രണ്ടുപേരും പ്രാർത്ഥിച്ചൊരുങ്ങുകയും ആ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഉദരത്തിൽ ആയ നാൾ മുതൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് സഹോദരി അനുഭവിക്കേണ്ടി വന്നു. അത് കൂടുതൽ ഡയബറ്റിക് ആവുകയും തുടർച്ചയായ മരുന്നുകളിലേക്ക് ജീവിതം മാറുകയും ഏറെ ക്ലേശങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ പൂർണ്ണമായി ജീവിതത്തെ സമർപ്പിച്ച് സഹോദരിയും ജീവിത പങ്കാളിയും വലിയ ശരണത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുന്നതാണ് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഉടമ്പടിയുടെ നേർച്ച വസ്തു ഉപ്പ് അത് അല്പം വെള്ളത്തിൽ ചേർത്ത് വെച്ച്
ഉള്ളിൽ കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകണമേ എന്ന ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ജനിച്ച് അല്പ ദിവസം കഴിയുമ്പോൾ ഡോക്ടർമാർ പറയുന്നു ഹാർട്ടിനൊരു മർമറിങ് ഉണ്ട്, അതുകൊണ്ട് ഹൃദയവാൽവിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കൂടുതൽ പരിശോധനകളും ചികിത്സകളും ആവശ്യമുണ്ടെന്നറിയുന്നു. അങ്ങനെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് കുടുംബം വരികയും തുടർ ചികിത്സകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്ത നാളുകളിൽ കുഞ്ഞിനെ ഹൃദയത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനെയാണ് സൂചിപ്പിക്കുക. അത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞുള്ള പരിശോധനയിൽ ആ ഹോൾ അടഞ്ഞതായും മറ്റൊരു ചികിത്സ ആവശ്യമില്ലെന്നും അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ കുടുംബത്തിന് ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അത് വൈകുകയോ റിജക്ഷൻ ആവുകയോ കറക്ഷൻ വരികയോ ചെയ്തിരുന്നെങ്കിൽ വിദേശത്തുള്ള വാസം തന്നെ ഏറെ ക്ലേശപൂർണ്ണമാകുമായിരുന്നു. എന്നാൽ യാതൊരു കുഴപ്പവുമില്ലാതെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ എക്സ്പയറി ആകുന്നതിന് മുമ്പ് തന്നെ ക്ലിയറായി കുടുംബത്തിന് ലഭിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അമ്മ മാതാവ് ക്രമീകരിച്ചതിനെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. കുടുംബത്തിൻ്റെ ഓരോ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിൻ്റെ ഏതൊരു കാര്യത്തിലും ഉടമ്പടിയിലുള്ള നല്ല വിശ്വാസ്യത, ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴുള്ള സന്തോഷം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആഗ്രഹത്തോടും വിശ്വസ്തയോടും ഉപയോഗിക്കുമ്പോൾ അത് ഔഷധമായും ബലപ്പെടുത്തുന്ന ശക്തിയായും മാറുമെന്ന പ്രത്യാശയോട് കൂടുന്ന ജീവിതത്തിൻ്റെ നിലപാടുകൾ, അതൊക്കെയും ചെറിയ രോഗാവസ്ഥകൾ വരുമ്പോഴൊക്കെയും ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഉടമ്പടിയിലേക്ക് വരുന്നത് പോലും പറയുന്നുണ്ട്, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ടെത്തിയ ഒരു പൂച്ചയുടെ നിറവുമായി അസോസിയേറ്റ് ചെയ്ത് പിന്നീട് അമ്മ മാതാവിലേക്കുള്ള ഒരു താല്പര്യവും ഉടമ്പടി ജീവിതവുമായി അത് മാറുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് നമ്മൾ ഓരോ തരത്തിലാണ് ആകർഷിക്കപ്പെടുന്നത്. ചിലരുടെ അനുഭവങ്ങളിലൂടെ ആകർഷിക്കപ്പെടുന്നു, ചിലർ മറ്റുള്ളവർ നമ്മളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, മറ്റു ചിലർ ഉടമ്പടിയുടെ നമ്മുടെ കൃപാസനം പത്രിക വായിച്ചറിന് ദൈവാനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടേക്ക് ഓടിയെത്തുന്നു. ചിലർ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ നിമിഷങ്ങളിൽ മറ്റൊരിടത്തും ആശ്രയമില്ലാത്തപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടെ കൊടുത്തുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് അനുഭവമായി തീരുകയും ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ അരികിലേക്ക് ഒരു തവണ നമ്മൾ എത്തിച്ചേരുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി കൂടെ വരികയാണ്. അതുകൊണ്ടാണ് കൃപാസനത്തിൻ്റെ മാതാവിനെ സഞ്ചാരി മാതാവ്, സമയമാതാവ് എന്ന് നാം വിളിക്കുന്നത്. കാരണം നമുക്ക് ജീവിതത്തിൽ അല്ലല്ലെങ്കിൽ ആ കാലത്ത് നമ്മളൊരു പക്ഷേ മാതാവിനെ മറന്നേക്കാം. പക്ഷേ എപ്പോഴെങ്കിലും ജീവിതത്തിലൊരു അല്ലൽ തുടങ്ങിയാൽ ആദ്യം ഓർക്കുന്നതും ഈ അമ്മ മാതാവിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അമ്മയുടെ തിരുനടയിലെടുത്ത് ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കണമേ, അമ്മ മാതാവ് നമ്മുടെ കുടുംബത്തിൽ അംഗമായി തീരുകയാണ്. അമ്മ മാതാവ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് തിരുക്കുമാറുണ്ട് പറഞ്ഞ് പരിഹാരമായി തീരുന്നതിന് വേണ്ടി നിരന്തരം നമ്മളോടും ദൈവത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോട് പ്രയോഗിക്കുമ്പോൾ അത് നമുക്ക് സൗഖ്യപ്പെടുത്തുന്ന ഔഷധവും ബലപ്പെടുത്തുന്ന അഭിഷേകവുമായി മാറുകയാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാണ്. ഉടമ്പടി ജീവിതം അനുതാപ ജീവിതമാണ്. ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ സംരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്ന ജീവിതമാണ്. നമുക്ക് സന്തോഷത്തോടെ ഈ ഉടമ്പടിയിൽ നിലനിൽക്കാം, തുടരാം. ദൈവാനുഗ്രഹത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷികളാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. എൻ്റെ പേര് രശ്മി ബാബു. ഞാനിവിടെ അടുത്ത് പാതിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയാണ്. ഞാൻ 2013 B.Ed പാസ്സായത്. അതിനുശേഷം എൻ്റെ അച്ഛൻ ആ വർഷം ജൂണിൽ B.Ed കഴിഞ്ഞ് 2012 2013 ജൂണിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഞങ്ങൾ സാധാരണ ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്ന് കഴിയുന്ന ഒരു കുടുംബമാണ്. ചേച്ചിക്ക് ഒരു 2000 രൂപയുടെ വരുമാനമുള്ള ഒരു ജോലി മാത്രമുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നത്.
ഞാൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ഒരു സ്കൂളിൽ ഞാൻ കയറിയിട്ടില്ല. എൻ്റെ ബ്രദറിനും ജോലിയില്ല. ഞങ്ങൾ 3 പേരാണ്, 2 പെണ്ണും ഒരാണ്. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ 2015 ഞാൻ കണിച്ചുകുളങ്ങരയിലുള്ള ഒരു സെൻട്രൽ സ്കൂളിൽ എനിക്ക് അവിടെ ഒരു മെറ്റേണിറ്റി ലീവ് വേക്കൻസിയിൽ ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവും റിട്ടൺ എക്സാമും ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആണ് എന്നെ അവിടെ എടുത്തത്. ഞാൻ 1.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ആലപ്പുഴയിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഗസ്റ്റായിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് PSC എന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഫാമിലിയിൽ ആർക്കും ഒരു ഗവൺമെൻറ് ജോലിയില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് സർവീസിലൊരു കയറണം എന്നുള്ളത്. ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് പറഞ്ഞാൽ ടീച്ചറായിട്ട് തന്നെ കയറണമെന്ന് ആഗ്രഹം. കാരണം കുഞ്ഞുനാൾ മുതലേ, അതായത് ആശാങ്കളേരിയിൽ 3-4 വയസ്സുള്ളപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ ടീച്ചർ എന്താണോ ആശാങ്കളേരിയിൽ ഇരുന്ന് കാണിക്കുന്നത്, പഠിപ്പിക്കുന്നത്, കുട്ടികളെ തല്ലുന്നത്, അത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ചെടികളെയൊക്കെ തല്ലിപ്പഠിപ്പിച്ച് അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ ഒരു മോഹമാണ് ഒരു ടീച്ചറാവുക എന്നുള്ളത്. അത് ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് എക്സാം എഴുതിയാൽ പോലും, മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകൾ, പോലീസിൻ്റെ ടെസ്റ്റ് എന്തൊക്കെ എഴുതുന്നുണ്ടെങ്കിലും, ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടീച്ചറാവുക തന്നെയായിരുന്നു. അങ്ങനെ PSC കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. 2016 ആലപ്പുഴയിലെ HSA ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടു. അപ്പോൾ ജോലി നമുക്കറിവില്ല, പെട്ടെന്ന് നമ്മുടെ ജില്ലയല്ലേ ആലപ്പുഴ, അതുകൊണ്ട് വെക്കാം എന്നുള്ളൊരു മോഹത്തിന് കൊണ്ടുവച്ചു. പക്ഷേ അവിടെ നിയമനം ഉണ്ടോ, കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ കൊണ്ടുവച്ചു, മെയിൻ ലിസ്റ്റിൽ വന്നു, കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു. പക്ഷേ 3 വർഷം ആളുകളോട് നമുക്ക് പറഞ്ഞു നടക്കാം ലിസ്റ്റിലുണ്ട് എന്നല്ലാതെ ഒരു പ്രയോജനം എനിക്ക് അതിൽ നിന്ന് കിട്ടിയില്ല. ആ ലിസ്റ്റ് ക്യാൻസലായി. അതിനുശേഷം വീണ്ടും ചേർത്തല SM കോളേജിൽ ഗസ്റ്റ് വേക്കൻസി വന്നു. അവിടെയും പോയി വർക്ക് ചെയ്തു. ആ വർഷമാണ് എനിക്ക് ഒരു ചേച്ചി, ഇവിടുത്തെ തന്നെ ഒരു ചേച്ചി, മാതാവിൻ്റെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. 2017 അങ്ങനെ ഞാൻ 2017 ഫെബ്രുവരി മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാര്യങ്ങൾ, മാതാവിനെ മറന്നു കളയാനുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തനമോ ഒന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അന്ന് തൊട്ട് മാതാവിൻ്റെ ഏത് പള്ളിയിൽ ചെന്നാലും കിട്ടുന്ന മാതാവിൻ്റെ പത്രമെല്ലാം എടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എൻ്റെ ഫയലിനുള്ളിലാക്കി വെക്കും. 2017 മുതലുള്ള പല പത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ മാതാവിനെ വന്ന് തൊട്ട് തൊഴാനുള്ള അനുഗ്രഹമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ ഈ അൾത്താരയിൽ കയറി നിന്ന് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ജോസഫ് അച്ഛനെ എവിടെ വെച്ച് വേണമെങ്കിൽ എവിടെ കണ്ടാലും ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലം ഞാൻ വീണ് പ്രാർത്ഥിക്കും, അച്ഛൻ എനിക്കൊരു ഗവൺമെൻറ് ജോലിക്കാണ് ഞാൻ പഠിക്കുന്നത്, എനിക്കത് വേണം. അപ്പോഴൊക്കെ അച്ഛൻ പറയും, നിനക്ക് കിട്ടുമടി, നിനക്ക് ഈ ജോലിയല്ല, നിനക്ക് നല്ല ജോലി കിട്ടും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുമായിരുന്നു. അങ്ങനെ ഇതുപോലെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പോകും. എന്നാലും ശനി ഞായറും ഒക്കെ PSC ക്ലാസ്സിനൊക്കെ പോകും. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന മിക്കവരും ഈ സമയം കൊണ്ട് ആ ടെസ്റ്റുകളിൽ നിന്ന് സപ്ലിയിൽ നിന്നാണെങ്കിലും മെയിനിൽ നിന്നാണെങ്കിലും കയറി പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നമ്മൾ ഇത്രയും മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ എത്തിയിട്ട് അത് കിട്ടാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് വിഷമവും പ്രയാസങ്ങളും ആളുകളൊക്കെ ഒരുപാട് പറയാറുണ്ടായിരുന്നു. വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ, PSC പഠിച്ചിട്ട് എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛൻ മരിച്ചു, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് പോലും ആളുകൾ തിരക്കുന്ന ഒരു കാര്യം, 2 പെൺകുട്ടികളെ എന്താ വിവാഹം ചെയ്ത് അയക്കാഞ്ഞത്, അല്ലാതെ നിങ്ങളെങ്ങനെ കഴിയുന്നു, നിങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ടോ എന്നൊന്നും ആരും തിരക്കില്ല. നിങ്ങൾ 2 പെൺമക്കളെ എന്താ വിവാഹം കഴിപ്പിക്കുക അയക്കാഞ്ഞെന്നുള്ളൊരു ഭീഷണിയായിരുന്നു എപ്പോഴും അമ്മയ്ക്ക് കേൾക്കാനുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ പറയും,
എൻ്റെ മൂത്ത ചേച്ചിയാണിത്. അപ്പം ഞാൻ പറയും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഇപ്പം. എനിക്ക് പഠിച്ച് ഒരു ജോലി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെ ചെയ്ത് വിടാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ വീണ്ടും ടെസ്റ്റുകൾ എഴുതുകയാണ്. 2022 HSA വീണ്ടും വിളിച്ചു. ആ എക്സാം മുമ്പ് ആലപ്പുഴയെ വെച്ചിട്ട് അത് കിട്ടാത്ത അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കോഴിക്കോട് വെച്ചു. കോഴിക്കോട് എനിക്ക് ആരും പരിചയമില്ല, പക്ഷേ കിട്ടണമല്ലോ, ലിസ്റ്റേ വന്നിട്ട് കാര്യമില്ല. ഇതുപോലെ കളഞ്ഞാൽ ഇനി നമുക്ക് മുന്നിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് വെച്ചു, പരീക്ഷ എഴുതി. അതിലും മെയിൻ ലിസ്റ്റിൽ വന്നു, 69ാമത്തെ റാങ്കുണ്ട്. അത് കഴിഞ്ഞ് HSSTയുടെ എക്സാം വിളിച്ചു 2023. ആ എക്സാം ഞാൻ പോയി. അത് ഓൺലൈൻ എക്സാം എറണാകുളത്തായിരുന്നു. അതും ഞാൻ എഴുതി. അതും അത്യാവശ്യം നല്ല എക്സാമാണ്, പക്ഷേ ലിസ്റ്റിൽ വരുമോ എന്നൊന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലില്ല. അപ്പോൾ ഈ 2 എക്സാമും HSAയിലും HSSTയുടെയും റിസൾട്ട് 2023 തന്നെ വന്നു. 2ൻ്റെയും മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിലുണ്ടെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അങ്ങനെ വെച്ച് മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് 2024 ഓഗസ്റ്റിൽ ഞാൻ 23 എഴുതിയ HSSTയുടെ ഇൻ്റർവ്യൂ വരികയാണ്. ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു UPSCയുടെ എക്സാം ഓഗസ്റ്റിൽ ആലപ്പുഴ ഒരു സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഉടമ്പടിയെല്ലാം ഉഴപ്പിക്കളഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ ഉടമ്പടിയുടെ ഒരു കാര്യവും ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഈ UPSCയുടെ എക്സാമിന് ആലപ്പുഴ ഒരു സ്കൂളിൽ ചെന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാനിരിക്കുന്നിടത്തേക്ക് ഒരു അട്ട ഇങ്ങനെ കടന്നു വരികയാണ്. ആ അട്ടയെ ഞാനൊരു 3-4 പ്രാവശ്യം തട്ടിത്തെറിപ്പിക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തട്ടിത്തെറിപ്പിച്ചിട്ട് ഇതെൻ്റെ നേരെ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കണ്ട, ഈ അട്ട എന്നെ ശല്യപ്പെടുത്തുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും എൻ്റെ കൂടെ ഇരുന്ന കൊച്ചും കൂടെ അപ്പുറത്ത് ആ വരാന്തയുടെ അപ്പുറം പോയിരുന്നു. അവിടെ പോയിരുന്ന് എക്സാം ടൈം ആയപ്പോഴത്തേനും ക്ലോക്ക് റൂമിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ഇതുപോലെ ഇരുന്നെടുത്തുനിന്ന് ആ വരാന്തയിൽ നിന്ന് ഇരുന്ന് കാല ആ മണ്ണിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചവിട്ടുന്ന അവിടെ കിടന്ന് എനിക്ക് മാതാവിൻ്റെ നീല ഉടമ്പടി കാശുരൂപം ലഭിക്കുകയാണ്. ഇവിടെ ആരുടെയോ കൈവശം നഷ്ടപ്പെട്ടു പോയ ഒരു ഉടമ്പടി കാശുരൂപം എനിക്ക് കിട്ടുകയാണ്. ആ കാശുരൂപം ഞാനെടുത്ത് ബാഗിലിട്ടു. ആ എക്സാമും ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ HSSTയുടെ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. അപ്പോൾ ഈ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. എനിക്ക് തോന്നുന്നു ആ കാശുരൂപം ആരുടെയോ നഷ്ടപ്പെട്ടു പോയത് മാതാവ് എനിക്ക് തന്നതാണ്. നീ ഇവിടെ വരണം, നിനക്ക് അതുകൊണ്ടൊരു വഴി ഞാൻ ഉണ്ടാക്കി തരാം എന്നൊരു പക്ഷേ മാതാവിൻ്റെ വിളി ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത് ആ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എൻ്റെ ചേച്ചി പറഞ്ഞു, നിനക്കത് കിട്ടും. കാരണം നമ്മുടെ മനസ്സിൽ ഉടമ്പടിയില്ല, കൃപാസനം മാതാവിൻ്റെ ഒരു കാശുരൂപം മാത്രമേ ഉള്ളൂ. ഇവിടെ വരണമെന്ന് അല്ലെങ്കിൽ ഒന്നും നമ്മുടെ മനസ്സിൽ അന്നേരം ഇല്ല. പക്ഷേ കാശുരൂപം ഇരിപ്പുണ്ട്, മാതാവായതുകൊണ്ട് തന്നെ അത് നെഞ്ചോട് ചേർത്ത് കയ്യിലുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഇവിടെ 2 വർഷമായിട്ട് മാതാവിൻ്റെ ഭക്തയായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഷിബില എന്ന് പറയാം, അതിനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ കുട്ടി എന്നോട് ഇരുന്ന് പറയുന്നുണ്ട്, എടി രശ്മി, നീ എവിടുന്നാണ് വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അത് എറണാകുളംകാരിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ. കാരണം എൻ്റെ കൃപാസനം മാതാവ് അവിടെയുണ്ട്. നീ എന്ത് ഭാഗ്യവതിയാണ്, കാരണം നീ അവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് പറയും. നീ പോകണം, അവിടെ പ്രാർത്ഥിക്കണം, പറ്റുമെങ്കിൽ നീ ഒരു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയമായതുകൊണ്ട് ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത് ആ കുട്ടിക്ക് അതൊരു ഒരു ഫീലായിപ്പോയി, ഞാനൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട്. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോകുന്നു. അത് ഓഗസ്റ്റിലെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം വീണ്ടും സെപ്റ്റംബർ 21, 2024 സെപ്റ്റംബർ 21 ഇവിടെ വന്ന് രണ്ടാമത് ഞാൻ ഉടമ്പടി എടുക്കുകയാണ്. ഞാനും ചേച്ചിയും വന്നിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി രാവിലെ വന്നത് കന്നിയഞ്ചായതുകൊണ്ട് ഇന്ന് ഇവിടെ വലിയ ആളുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 7 മണിയുടെ ക്ലാസ്സിന് കയറിയിട്ട് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ 5 മണിയോളമായി. അന്ന് നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് വൈകുന്നേരം തൊട്ട് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ചേച്ചി ഡിസൈനർ ആയതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഉടമ്പടി ധരിച്ച വസ്തുക്കളെല്ലാം വെച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി.
2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ നിന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലം പോലെയുള്ള ഒരു അത് ലിക്വിഡായിട്ടുള്ളൊരു സംഭവം വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളെ സ്വീകരിച്ചു, മാതാവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഞാൻ ആദ്യം വെച്ചിരുന്നത് ഈ HSA കോഴിക്കോട് വെച്ചിട്ട് മാതാവിനോട് ഞാൻ അതാ എഴുതി കൊടുത്തത്. മാതാവ്, ഞാൻ കോഴിക്കോട് HSA 69ാമത്തെ റാങ്കാണ്, എനിക്കത് വാങ്ങിത്തരണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അപ്പോൾ അത് വെച്ചിട്ടാണ് മാതാവിൻ്റെ മുമ്പിൽ ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. 69ാം റാങ്കാണ്, എനിക്കത് വാങ്ങിത്തരണം എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി. ഒക്ടോബർ 18 ആയപ്പോഴത്തേനും HSSTയുടെ ഇത് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പം എന്നിട്ടും എനിക്ക് പ്രതീക്ഷയില്ല അത് കിട്ടുമെന്ന്. ഒക്ടോബർ 18. ഒക്ടോബർ 26 ഇവിടെ നടന്ന ജപമാല റാലിയിൽ ഞങ്ങൾ പോയി പങ്കെടുത്തു. അതിലും വെച്ചിരുന്ന നിയോഗം ഈ ജോലി എനിക്ക് എത്രയും വേഗം സാധിച്ചു തരണേ എന്നുള്ളതായിരുന്നു. അങ്ങനെ മാതാവ് അത് സ്വീകരിച്ചിട്ടുണ്ടാവാം. ആ ജപമാല റാലിക്ക് ശേഷം വീണ്ടും ഈ ഫോട്ടോയിൽ നിന്ന് അതിനേലും കൂടുതൽ, ആദ്യം വന്നതിനേക്കാളും കൂടുതൽ ഈ തൈലം വരാൻ തുടങ്ങി. അതിന് നവംബർ 20 ആയപ്പോൾ ഈ HSSTയുടെ, ഞാൻ HSA ആണ് നിയോഗം വെച്ചിരുന്നത്, പക്ഷേ മാതാവ് എനിക്ക് തന്നത് ഹയർ സെക്കൻഡറിയിലെ അഡ്വൈസാണ്, ഹയർ സെക്കൻഡറി ടീച്ചറായിട്ടുള്ള അഡ്വൈസാണ്. അപ്പോൾ അഡ്വൈസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു കിട്ടുന്ന ദിവസം പാതിരപ്പള്ളിയിൽ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടേ ഞാൻ ആ ലെറ്റർ പൊട്ടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ആകണമെങ്കിലേ അതൊരു പൂർണ്ണമാകുകയുള്ളൂ, ആ പൂർണ്ണത കൈവരണമെങ്കിൽ അഡ്വൈസ് പോരാ, അതിന് നമുക്കൊരു ഉറപ്പ് വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് കൈവശം വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊരു സങ്കടമായെങ്കിലും തിരിച്ചു പോയി. നവംബർ 20 അഡ്വൈസ് കിട്ടി, തിരിച്ചു പോയി. വീണ്ടും ഈ പ്രാർത്ഥനകൾ മുടങ്ങാതെ എല്ലാം ചെയ്തു. അതിനുശേഷം ഈ ജനുവരി 10-ാം തീയതിയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചത്. തിരുവനന്തപുരം ചാലയിലുള്ള സ്കൂളിലാണ്. നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുകയാണ്. ഇതാണ് എനിക്ക് മാതാവ് വാങ്ങിത്തന്ന ജോലിയാണ്. കാരണം 10 വർഷമായിട്ട്, 10 അല്ല, പഠിച്ചിറങ്ങിയ കാലം തൊട്ട് ഈ PSC നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. എനിക്കത് വേണം, സ്ഥിരമായിട്ടൊരു ജോലി വേണം, അതെങ്ങനെയെങ്കിലും വാങ്ങണം. എവിടെ ഇൻ്റർവ്യൂ പോയാലും രശ്മി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ PSC പഠിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? ഞങ്ങളൊക്കെ അതൊക്കെ മാറ്റി വെച്ചതാണ്. അവർ പറയുന്ന ഞാനൊരു ചെവിക്കൂടെ കേട്ട് അത് കളയത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൽ അന്നൊരു ആളിക്കത്തുന്നത് എനിക്ക് വേണം, ഈ ജോലി വേണം എന്നുള്ളതാണ്. അപ്പോൾ ആരും മനുഷ്യരായിട്ട് ഞങ്ങളെ ഒന്നും സഹായിച്ചിട്ടില്ല. ബൈബിളിലുള്ള ഒരു വചനം, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളത് എപ്പോഴും ചൊല്ലുമായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഇന്ന് അത് സാധ്യമാക്കി തന്നത്. മാതാവ് ഈശോയാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിച്ചത്. കാരണം ഞങ്ങൾക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യം, ഞാനൊരു കുഞ്ഞു ജോലിയെ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ മാതാവ് തന്നത് അതിനേലും വലിയൊരു ജോലിയാണ്. നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മാതാവിൻ്റെ പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. അതുകൂടാതെ ചേച്ചി ഒരുപാട് ഫോട്ടോസ് മാതാവിൻ്റെ ചെയ്തുകൊണ്ട് വരും, വരയ്ക്കാറുണ്ട്, മാതാവിൻ്റെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ വരയ്ക്കാറുണ്ട്. അതെല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ അവരുടെ ശമ്പളം വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്ന ആ ആഴ്ചയിൽ പൊതിച്ചോറ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ മുല്ലയ്ക്കലെ തെരുവുകളിലൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ഇതുകൂടാതെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളോട് മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും ഞങ്ങളുടെ ലിസ്റ്റിലുള്ള 2 കുട്ടികളെ പാലക്കാട് നിന്ന് വരുന്ന അവരെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാതാവ് തന്ന ജോലി പോലെ 2 പേരിപ്പോഴും എന്നോട് എന്നെ പോലെ വെയിറ്റ് ചെയ്യുന്ന 2 കൂട്ടുകാരാണ്, രേഷ്മയും ഷിബിലയും. ഇവർക്ക് 2നും ഇവരുടെ നിയോഗമാണ് ഞാൻ പുതുക്കിയപ്പോൾ വെച്ചിരുന്നത്. അതും മാതാവ് എത്രയും വേഗം സാധിച്ചു നൽകണം എന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുകയാണ്. എല്ലാത്തിനും മാതാവ് തന്ന ഓരോ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി രേഖപ്പെടുത്തും.
സങ്കീർത്തനം 145 18 മുതലുള്ള തിരുവചനങ്ങളിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. രശ്മി ബാബു സാക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈശോയോടും പങ്കുവെച്ചു. നാം ഇവിടെ നമ്മുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് കർത്താവിനോടാണ്. അതായത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈശോയോട് നമ്മുടെ ഹൃദയ വികാരങ്ങൾ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് ദൈവാനുഭവം തന്നെയാണ് ഈ സാക്ഷ്യങ്ങൾ. അങ്ങനെ തൻ്റെ അമ്മയും ചേച്ചിയും ഒരുമിച്ച് രശ്മി ഇവിടെ പങ്കുവെച്ച സാക്ഷ്യത്തിൽ താൻ എത്ര വർഷമായി ഒരു ജോലി, സ്ഥിരമായ ഒരു വരുമാനം, തങ്ങളുടെ ജീവിതാവസ്ഥകൾ എങ്ങനെ 119:71 സങ്കീർത്തനം പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദുരിതങ്ങളിൽ നിന്ന് ഓടിപ്പോയി മറ്റ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തങ്ങളുടെ ജീവിതം ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലേക്കല്ല, എന്നാൽ ജീവിക്കുന്ന ഈശോയും അമ്മയും തങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തും. ആ ഒരു ബോധ്യത്തിൽ അമ്മയെ എങ്ങനെ ഏറ്റവും ആദരവോടെ അമ്മയെ സ്നേഹിക്കുന്നു, ഈശോയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു, അതാണ് ഈ കുടുംബം ഇന്നിവിടെ വന്നു നിന്ന് പങ്കുവയ്ക്കുക. അമ്മ എങ്ങനെയാണ് തൻ്റെ സാന്നിധ്യം ഈ മക്കൾക്ക്, കുടുംബത്തിൽ ഇവരുടെ കൂടെ അമ്മയുണ്ട് എന്നുള്ളത് അമ്മ മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവർക്ക്. അങ്ങനെ തനിക്ക് ആരോടെയോ കളഞ്ഞു പോയ കാശ് രൂപം അതുമൂലം താൻ പരീക്ഷ എഴുതുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ഒക്കെ ചെയ്ത് വീണ്ടും നീണ്ട കാത്തിരിപ്പുകൾ. താൻ ചോദിച്ചത് ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ടുള്ള സ്കൂൾ നിയമനമാണെങ്കിൽ തനിക്ക് ലഭിച്ചത് ഹയർ സെക്കൻഡറിയിൽ. അങ്ങനെ അമ്മ എടുത്തുയർത്തുകയാണ്. അതായത് 56:8 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അത് അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഇതൊക്കെ ഈ മകൾ ഇന്നിവിടെ പങ്കുവയ്ക്കുമ്പോൾ ഈ തിരുവചനങ്ങളൊക്കെയല്ലേ കർത്താവ് കൂടുതലായും നമുക്കും പറഞ്ഞു തരിക. അതായത് ഒന്നിനും നാം ഒരു നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ മകൾ തന്നെ പറഞ്ഞ ദൈവവചനത്തിൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ജോലി, അമ്മ തന്ന ജോലി, അമ്മയെയാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ ആദ്യമേ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹത്തോടെ ഈ മകൾ തൻ്റെ ഡ്യൂട്ടിയിലേക്ക് നാളെ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും അവിടെയും ക്രിസ്തുവാഹകയാകുവാൻ ഈ മകൾക്ക് കഴിയും. അതുതന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. താൻ മൂലം എത്രയോ ഫ്രണ്ട്സ് അവർക്കൊക്കെ വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുന്ന ഒരു സമൂഹം അതിന്ന് കൃപാസനത്തിലൂടെ വളരുകയാണ്. നമുക്കും നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് നൈസി, ഞാൻ പാലക്കയത്ത് നിന്ന് വരുന്നു. ഞാൻ ജൂൺ 2023 19 ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെ വെറുതെ വന്നതാണ് കൃപാസനത്തിലോട്ട്. അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. തിരിച്ചു പോയതിന് ശേഷം നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അങ്ങനെയൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, കൊച്ചിൻ്റെ കാലിൽ ഒരു മുട്ടിൻ്റെ അവിടെ ഒരു മുഴ പോലെയും പിന്നെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു അസ്വാഭാവികത കണ്ടു. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം ഞങ്ങൾ അറിയുന്നൊരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോക്കാം, നമുക്ക് ഒന്നെങ്കിൽ പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കാം, ചില പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം കൊച്ച് പഴയതുപോലെ തന്നെ വേച്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ 1.5 വയസ്സ് ആയപ്പോഴാണ് ഇത് നടക്കുന്നത്. അതിന് മുന്നേ നന്നായി നടന്നിരുന്നായിരുന്നു കൊച്ച്. പിന്നെ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം സർജറിയൊക്കെ വേണ്ടി വരും. അപ്പം ഞങ്ങൾ ഒരു പീഡിയാട്രിക് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ഡോക്ടർ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഡോക്ടർ ഒരു പീഡിയാട്രിക് സർജനെ റെഫർ ചെയ്തു.
അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേറെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. വീട്ടിൽ ചെന്ന് ചേട്ടായുടെ അമ്മയോട് പറഞ്ഞു. അമ്മ മുന്നു മുതലേ ഉടമ്പടിയൊക്കെ എടുത്ത ആളാണ്. അപ്പം അമ്മയാണ് പിന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ട് അന്ന് മുതൽ കൊച്ചിൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. 2-3-4 ദിവസം കഴിഞ്ഞപ്പം കൊച്ച് പഴയതുപോലെ തന്നെയായി. ആ നീര് കുറഞ്ഞു. അതിന് മുന്നേ ഞങ്ങൾ അളവൊക്കെ നോക്കിയായിരുന്നു കൊച്ചിൻ്റെ കാലിൽ. ഒരു കാലിന് മാത്രം നീട്ടക്കുറച്ചിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയായി. കൊച്ച് പഴയതുപോലെയായി. അപ്പോഴാണ് എനിക്ക് മാതാവിനോടൊരു വിശ്വാസം, ഇവിടെ എന്തോ ഒരു ആത്മീയ ചൈതന്യം എനിക്കപ്പോൾ കിട്ടിയത്. അതിന് ശേഷം ഞാനും അതേപോലെ തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും പ്രാർത്ഥിക്കാനും വിശുദ്ധ തൈലം ഉപയോഗിക്കാനും അതുപയോഗിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി. പിന്നെ അടുത്ത പുതുക്കലിന് ശേഷം ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു. പപ്പയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, ചേട്ടായുടെ പപ്പയ്ക്ക്. എപ്പോഴും ഡോക്ടറെ കാണിച്ചാലും പറഞ്ഞിരുന്നത് അത് ചിലപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരിക്കും. എല്ലായിടത്തുനിന്നും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ തരിക, പക്ഷേ എന്തു കഴിച്ചിട്ടും ഒരു കുറവുണ്ടാവില്ല, നടക്കുമ്പോൾ തല ഇറങ്ങും, അങ്ങനെയൊക്കെ. പിന്നെ തീരെ വയ്യാണ്ടായപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഇത്രയും വയ്യായിക കൂടിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ത് പറ്റി. പക്ഷെ ചെന്ന് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് മൈന്യൂട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. സ്ട്രോക്കിൻ്റെ ആ സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് നോക്കാൻ വേണ്ടി സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അന്യൂറിസം എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന്. ഒരു പക്ഷേ ആ സ്ട്രോക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ കാര്യം അറിയില്ലായിരുന്നു. കാരണം അന്യൂറിസത്തിന് യാതൊരു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അത് പൊട്ടിക്കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ ആ പ്രശ്നം മാറിക്കിട്ടി. അതിനുള്ള ഒരുപാട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. പക്ഷേ ആ പൈസയൊക്കെ നമുക്ക് എവിടുന്നാണ് ക്രമീകരിച്ച് കിട്ടിയെന്ന് അറിയില്ല. എല്ലാ രീതിയിലും ഒരുപാട് സഹായവും അങ്ങനെ ഡോക്ടർമാരാണെങ്കിലും കുറേ കുറവുകളൊക്കെ വന്നു. പിന്നെ അതിന് മുന്നേ ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണമെന്ന്. പക്ഷേ ഡേറ്റ് തന്നിരുന്നത് നേരത്തെ തന്നെ ഡേറ്റ് തന്നു, എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പം പപ്പയ്ക്ക് വന്ന് ഇവിടുന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് രൂപമൊക്കെ മേടിച്ചിട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തവരാണ്. ഞങ്ങളെന്നും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം പപ്പയുടെ തലയിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് 15 വർഷത്തോളമായിട്ട് നഷ്ടപ്പെട്ട ഒരു രേഖയുണ്ടായിരുന്നു. ഒരു പറമ്പിൻ്റെ ആധാരമായിരുന്നു. അത് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതായിരുന്നു. പക്ഷേ 15 വർഷത്തോളമായിട്ട് ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കിയപ്പോൾ ആ കാര്യം നിയോഗമായിട്ട് വെച്ചു. ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആ രേഖ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ആ രേഖ. അത് ഞങ്ങൾക്ക് വീണ്ടും കിട്ടി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമായിരുന്നു. അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടായി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിണങ്ങുക, അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളാണെങ്കിലും എന്നും പള്ളിയിൽ പോകുമൊന്നുമില്ല, ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായി. കുമ്പസാരം അത് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ പത്രം ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നവർക്കൊക്കെ കൊടുക്കും. പിന്നെ പള്ളിയിൽ വരുന്നവർക്ക് കൊടുക്കും. പിന്നെ കാണുന്നവർക്കൊക്കെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്, ഞങ്ങളുടെ അടുത്തുള്ള 2 ഓർഫണേജിൽ പറ്റുന്ന ചെറിയ സഹായവും പിന്നെ അവിടുത്തെ അമ്മമാരെ കാണുകയും വർത്തമാനം പറയുകയും പിന്നെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് പൈസയായിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞാനല്ലാത്ത പോലെയായി. മാതാവിനും ദൈവത്തിരുകുമാരനും 1000 നന്ദി. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്രമീകരിച്ച് ഓപ്പറേഷൻ നടത്താനും അങ്ങനെ സൗഖ്യം കിട്ടി. ഇപ്പം ഇങ്ങനെ ജീവിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നേ ഒന്ന് നിൽക്കാനും അനുഗ്രഹിച്ചതിന് ദൈവത്തിന് ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും.
നൈസി കാതറിൻ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച ദൈവിക ഇടപെടലുകളെ, പരിശുദ്ധ കൃപാസനം മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ തുടക്കത്തിൽ തന്നെ കൺഫെഷൻ പോലെ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കൂടെ വന്ന് എടുത്തുകൊണ്ടുപോയി ഉടമ്പടിയുടെ പ്രാർത്ഥന ചൊല്ലുവാനോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനോ പറഞ്ഞത് പ്രകാരം ജപിക്കുവാനോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സംശയം ഉണ്ടായിരുന്നു പോലും. ഉടമ്പടി എടുക്കണോ വേണ്ടേ, വല്ല ഫലവുമുണ്ടോ എന്ന സംശയത്തിലേക്കാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മകൾ പറയുന്നു, മകൻ്റെ കാലിന് വന്നു തുടങ്ങിയ വളവ് വളരെ പെട്ടെന്ന് ഉടമ്പടിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സഹോദരിയെ സഹായിച്ചുവെന്ന്. മകൻ്റെ ഒരു കാല് വല്ലാതെ വളഞ്ഞു വരുന്നു, നന്നായി നടക്കുവാനാവാത്ത പ്രയാസം വരുന്നു, കുഞ്ഞിൻ്റെ ക്ലേശങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുന്നു. ഡോക്ടർമാർ പല കാര്യങ്ങൾ പറയുന്നു. ആ നാളുകളിലാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കാലിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് ആ നിയോഗത്തെ സമർപ്പിച്ചു കൊണ്ടിരുന്നത്. മറ്റൊരു ചികിത്സയുമില്ലാതെ ഉടമ്പടി തൈലത്തിൻ്റെ പൂശലിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രം കുഞ്ഞിൻ്റെ കാല് നിവർന്നതും കാലിനൊരു ആരോഗ്യ വിഷയവുമില്ലാതെ കുഞ്ഞിന് നടക്കുവാൻ, ഓടിച്ചാടി നടക്കുവാൻ സാധിച്ചതുമാണ് ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് സ്നേഹമുണ്ടാകുവാൻ, വിശ്വാസമുണ്ടാകുവാൻ, ഇതിൽ ഉറച്ചു നിന്ന് ജീവിക്കുവാൻ കാരണമായതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് സൂചിപ്പിച്ചത് അപ്പച്ചന് വന്ന സ്ട്രോക്കാണ്. വളരെ അവിചാരിതമായുണ്ടായൊരു സ്ട്രോക്ക്. കുടുംബമാകെ ഒന്ന് ഉലഞ്ഞുപോയ അവസരം, പ്രത്യേകിച്ച് എന്തായി തീരുമെന്നറിയാതെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അത് എന്തെന്ന് ശരിയായ കാര്യങ്ങൾ കണ്ടെത്തുവാനും അത് ഓപ്പറേഷനിലൂടെ പൂർണ്ണമായി നീക്കിയെടുക്കുവാനും ശരീരത്തിന് തളർച്ചയൊന്നും ബാധിക്കാതെ ആരോഗ്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവിൽ ആശ്രയിച്ചുള്ള ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചു. അത് ഉടമ്പടി തൈലം പൂശിയുള്ള പ്രാർത്ഥനകൾ, കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലിയത് ആ തളർച്ചയുള്ള കാലത്ത് ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഒത്തിരി സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മൂന്നാമത് സൂചിപ്പിച്ചത് ആധാരം നഷ്ടപ്പെട്ട വിഷയമാണ്. ബാങ്കിൽ വെച്ചതാണ്, അവിടുന്ന് അത് കാണാതാവുന്നു. 15 വർഷത്തിലേറെയായ ഒരു കാര്യം പലതവണ അന്വേഷിച്ച് എന്നിട്ട് ലഭിക്കുന്നില്ല. അതും ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ബാങ്കുകാർ ഒരു തരത്തിലും അത് എവിടെയെങ്കിലും ഉണ്ടെന്നോ നോക്കട്ടെന്നോ ഒരു സൂചനയും പറയാതിരുന്ന നാളുകളിൽ അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതി കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ആധാരം ഇവിടെ ഉണ്ടെന്നും വന്ന് കൈപ്പറ്റുക എന്ന സന്ദേശം കൈമാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഏതൊരു അവസരത്തിലും അമ്മ മാതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു നിയോഗത്തെ കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതം നടത്തിയ അതേ ചൈതന്യത്തോടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന ഏതൊരു വിഷയത്തെയും അതതിൻ്റെ ഗൗരവത്തിൽ തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും ജീവിതത്തിനും അനുഗ്രഹമാകും വിധം അത് മാറ്റിത്തരുന്നതാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. വിശ്വാസമില്ലായ്മയിലും ഉടമ്പടി എടുത്തതുകൊണ്ട് അച്ഛൻ പറയും ടോക്കൺ അഡ്വാൻസ് ആണെന്ന്. ടോക്കൺ അഡ്വാൻസ് പോലെ ആദ്യത്തെ അനുഗ്രഹം കൊടുക്കുന്നു. വിശ്വാസമില്ലായ്മയിലാണ് ഉടമ്പടി ജീവിച്ചു തുടങ്ങിയതെങ്കിലും അമ്മ മാതാവ് ആ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ട് നിൽക്കുവാൻ, നന്നായി ഉടമ്പടി ജീവിക്കുന്നതിന് വേണ്ടി മകൻ്റെ കാലിലുണ്ടായ വളവ് വേഗത്തിൽ നിവർത്തിക്കൊണ്ട് പൂർണ്ണമായ ആരോഗ്യം നൽകി സഹായിക്കുന്നു. നഷ്ടപ്പെട്ടുവെന്ന് കരുതി മറ്റെന്തെങ്കിലും വേണ്ടി തേടണമെന്ന് കരുതിയ ആധാരം 3 ദിവസം കൊണ്ട് കണ്ടെത്തുവാനായിട്ട് ഉടമ്പടിയിലൂടെ കുടുംബത്തിന് സാധിക്കുന്നുവെന്ന്. നമുക്കിത് മാനുഷികമായ വിചാരങ്ങളിൽ ഇതെങ്ങനെ എന്ന ചോദ്യമുണ്ടാകുമെങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവകരങ്ങളിൽ നിന്ന് ഏതൊരു അനുഭവവും ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് സാധ്യമാണെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ നന്ദിപൂർവം അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. ആൾത്താരകൾ സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ പാനൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സഹോദര ഭാര്യയാണ്. ഇതെൻ്റെ മോൾ ഇതൾ. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ തന്ന അനുഗ്രഹം ഒത്തിരിയുണ്ട്. അത് ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ 3ാമത്തെ മോളാണിത്. എനിക്ക് 2 ആൺമക്കളും കൂടി ഉണ്ട്.
എൻ്റെ ഈ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് 2ാം മാസത്തിൽ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു യൂട്രസിലൊരു മുഴയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, എന്ത് ചെയ്യും, ഇതെടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാം തരാൻ, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 4ാമത്തെ മാസമായപ്പോഴത്തേനും ഒരു വല്ലാത്ത വേദന വന്നു. 4-5 ദിവസം വേദനയുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഈ മുഴയുടെയാണ്, പേടിക്കണ്ട. അപ്പോഴും ഞാൻ ഡോക്ടറോട് ചോദിച്ച് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ഇതെടുക്കേണ്ടി വരുമോ എന്നൊരു ഡോക്ടർ പറഞ്ഞു നീ പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാകില്ല, നീ പറ്റുന്നത്രയും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ 7ാം മാസമായി. ഞാൻ പ്രസവത്തിനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പം എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്ക് എന്തോ അത് ഉടമ്പടി എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഉടമ്പടി എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആശുപത്രി ചെന്നു. പ്രസവത്തിൻ്റെ സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി റിസ്ക് ഉണ്ട്. ഒന്നാമത് എനിക്ക് ഈ മുഴ 8 സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ എനിക്ക് 8 സെൻറ്റിമീറ്റർ ഉണ്ട്, പിന്നെ എനിക്ക് മരുന്നെല്ലാം അലർജിയാണ്. എൻ്റെ സിസേറിയൻ ചെയ്യാനുള്ള ഒരു മരുന്ന് പോലും, വേദനയുടെ ഒരു മരുന്ന് പോലും എനിക്ക് തരാൻ പറ്റില്ല. ഭയങ്കര റിസ്ക്കാണ്. ICUവിൽ വെൻറ്റിലേറ്റർ വരെ സജ്ജമാക്കണം, അല്ലെങ്കിൽ മരവിപ്പ് അനസ്തേഷ്യ തരുമ്പോൾ വലിയ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒന്നും എനിക്ക് എന്തോ മനസ്സിലൊരു പേടി തോന്നിയില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണടിക്കുമ്പോഴെല്ലാം മാതാവിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പം മുഴയൊന്നും ചെയ്യണ്ട, മുഴ നമുക്ക് ആദ്യം കുട്ടീനെ എടുക്കാം, എന്നിട്ട് മുഴ പയ്യെ അതിനെപ്പറ്റി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ്റെ അന്ന് ഡോക്ടറിനോട് പറഞ്ഞ് ഒപ്പിടണം, വെൻറ്റിലേറ്ററും കൂടെ ICUവിൽ സജ്ജീകരിക്കണം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് അവരാ പറഞ്ഞ പോലെ ഒരു റിസ്ക്കും ഉണ്ടായില്ല. 3 കുപ്പി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു, എല്ലാം സജ്ജീകരിച്ചു. പക്ഷേ എനിക്കതൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ മാതാവ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് സിസേറിയനെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു 8ാമത്തെ ദിവസം എൻ്റെ കൈ തട്ടി കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി മുറിഞ്ഞു പോയപ്പോൾ പകുതി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായി. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ടാൽ അതങ്ങ് കൊഴിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഈ തെങ്ങിനൊക്കെ അടിക്കുന്ന തുരിശ് അതാണ് ഇടുന്നത്, അതെല്ലാവർക്കും പേടിയായതുകൊണ്ട് അത് വേണ്ട, ഉപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പ് 50 ദിവസം ഉപ്പിട്ട്, എന്നിട്ടും എൻ്റെ മോളുടെ പൊക്കിൾ കരിയുന്നില്ല. അപ്പോഴും എൻ്റെ സഹോദര ഭാര്യ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ഉടമ്പടി ആയാലും എടുക്ക്, എന്നിട്ട് നമുക്ക് പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ മനസ്സ് ഉടമ്പടിയിലോട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി, ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്ത് ചെയ്യും, എൻ്റെ മോളുടെ പൊക്കിൾ 50 ദിവസമായിട്ടും കരിയുന്നില്ല, എനിക്ക് എൻ്റെ മോളെ കുളിപ്പിക്കാൻ പോലും പറ്റുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ, ഒരു ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയാകും ആ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, പൊക്കിൾ കരിയാൻ അതേ ഉള്ളൂ മാർഗം. എന്നിട്ട് ശരി, ഞാൻ വീട്ടിൽ വന്ന് ഞാൻ 2-3 ദിവസം ആലോചിച്ചു. എനിക്ക് ഇവരോട് പറയാനൊരു മടി, എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ നാണക്കേട്, ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. 3 ദിവസം ഞാൻ ആലോചിച്ചു എന്താ വേണ്ടേ. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞു. മറ്റേ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടി എടുത്തു. പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, ഞാൻ പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം എൻ്റെ മോളുടെ പൊക്കിൾ കരിഞ്ഞു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുഴ കാരണം ഈ പ്രസവമെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. മാസത്തിൽ 30 ദിവസം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. മുഴ അതേപോലെ തന്നെ നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, തീർത്ഥാടന ഉടമ്പടി എൻ്റെ മോളെയും കൊണ്ട് വന്ന് ഞാൻ 2023 നവംബർ 17-ാം തീയതി ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉപവാസം എടുത്ത് 9 ശനിയാഴ്ച ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5-ാമത്തെ ശനിയാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ പഴുപ്പ് വന്നു, സ്റ്റിച്ച് പഴുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് ആ സ്റ്റിച്ച് കുറച്ച് അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്, അതുകൊണ്ടാണ്. എല്ലാവർക്കും അത് ഉള്ളിൽ നിന്ന് തന്നെ കരിഞ്ഞു പോകേണ്ടതാണ്, പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്കത് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് 9 ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 5-ാമത്തെ ശനിയാഴ്ച ഞാൻ കാണിക്കാൻ പോയി ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിപ്പം നമുക്കൊന്നും ചെയ്യണ്ട, എനിക്ക് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇനി അത് കീറിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, പോരാത്തതിന് മരുന്നല്ല അലർജി. അങ്ങനെ അത് അവിടെ നിന്നു. 3-4 മാസമായിട്ട് അതിങ്ങനെ പഴുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുഴ സ്കാൻ ചെയ്ത് നോക്കുമ്പം അത് 8 സെൻറ്റിമീറ്റർ നിന്നത് 4 സെൻറ്റിമീറ്ററായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഞാനിതിന് വേറെ മരുന്നോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. മുഴയ്ക്ക് വേണ്ടിയിട്ട് ചുരുങ്ങാനോ ഒന്നും ചെയ്തിട്ടില്ല. മുഴ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാലിൻ്റെ ഞരമ്പ് വഴി ഒരു ട്യൂബ് കടത്തി വിട്ടിട്ടുള്ളൊരു ഓപ്പറേഷനുണ്ട്, അതിന് 1.5 ലക്ഷം രൂപ ചിലവാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നമുക്കത്രയും സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്ന് എൻ്റെ മുഴ അത് പരിശോധിക്കുമ്പോൾ 1 സെൻറ്റിമീറ്ററായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാനത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മാതാവ് അത് കുറച്ച് തന്നു. പിന്നെ എൻ്റെ സ്റ്റിച്ച് പഴുത്തത് ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു അത് കീറി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഉപ്പും തൈലവും എല്ലാം തേച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചിട്ടും അതിൻ്റെ അകത്തുനിന്ന് വരുന്ന പഴുപ്പും വെള്ളവും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാനിപ്പം ഈ ജനുവരി 4-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ആ പുതുക്കിയതിൻ്റെ അന്ന് മുതൽ ആ പഴുപ്പും വെള്ളവും വരുന്നത് നിന്നു. അതുവരെ നല്ലോണം വരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ആ മുറിവ് കരിഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇപ്പം ഡോക്ടർ ഞെക്കി നോക്കുകയെല്ലാം ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പഴുപ്പോ വെള്ളമോ ഒന്നും വരുന്നില്ല. ഇവിടെ ഞാൻ വരുന്നതിൻ്റെ അന്ന് വരെ എനിക്കതുണ്ടായിരുന്നത്, ഇപ്പോൾ അതെനിക്കില്ല. നല്ലപോലെ അത് കരിഞ്ഞു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞ് ഇനി അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം കീറിയിട്ട് ആ തുന്നലങ്ങ് എടുത്ത് കളയാം എന്ന് പറഞ്ഞ്. പക്ഷേ അതൊന്നും വേണ്ടി വരികയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മാതാവ് എനിക്ക് അത്രയും വലിയ അനുഗ്രഹം തന്നു. അപ്പോൾ ഇത് മാറ്റിത്തരും മാതാവ്, അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഭർത്താവിനൊരു 10 കൊല്ലമായിട്ട് കൈ മരവിപ്പുണ്ടായിരുന്നു. കൈയുടെ ഉള്ളം കൈയുടെ ആകാൻ 2 കൈക്കും ഒരു കൈ ഓപ്പറേഷൻ ചെയ്തു. എങ്കിലും അത് ഓപ്പറേഷൻ ചെയ്ത കൈയും മറ്റേ 2 കൈയും ഭയങ്കര മരവിപ്പായിരുന്നു. അപ്പോൾ അത് അവർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, ഒരു വിശ്വാസവും ഇല്ല. പള്ളീനെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ അക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ മോൾക്കും കിട്ടിയ അനുഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ച് വിശ്വാസമായി ഇതിനെപ്പറ്റിയൊക്കെ. എന്നിട്ട് അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോക്കോ, അവിടെ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നുള്ളിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കൈവേദന മാറും. അവർക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാനോ വണ്ടി ഓടിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർ അതേപോലെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാം, ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തന്നെ ഇടാം. ഇപ്പോൾ മരവിപ്പ് ഇല്ല. ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരാൻ പറ്റിയിട്ടില്ല, ഇനി അവർ വരും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ പണി കുറച്ചെല്ലാം പൂർത്തിയാകാനുണ്ടായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറേയേറെ പണികൾ കഴിഞ്ഞു. ഇനിയുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് നടക്കില്ല എന്ന് സാധിച്ച കുറേ പണികൾ മാതാവിൻ്റെ കൃപയാൽ നടന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആദ്യം. ഇപ്പം ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറേ ഉള്ളതുകൊണ്ട്, ഇനിയുണ്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്, ചെറിയ വലുതുമായിട്ടുള്ള. പക്ഷേ എനിക്ക് അത് അന്നേരമൊന്നും ഞാൻ ആരോടും പറയില്ലായിരുന്നു, വെറുതെ പത്രം കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത്. എനിക്ക് ഇന്ന പോലെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് ഓരോരുത്തരോടും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്, ആസ്പത്രികളിലെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരിങ്ങനെ സഹായമൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ബൈബിൾ വായിക്കും, പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു, ഇപ്പം പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിളൊക്കെ വായിക്കാറുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുമ്പം ഞാൻ ഒത്തിരി എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങളെല്ലാം ഇപ്പം വരുത്തി. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ഒത്തിരി എനിക്ക് ക്ഷമയെന്ന് പറയുന്ന ഒരു സംഗതി ഇതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ ഉടമ്പടിയെല്ലാം എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്, അതെനിക്കറിയാം.
അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജയശ്രീ ഭരിതൻ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിനും വ്യക്തിജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച നന്മകളെ, അനുഗ്രഹങ്ങളെ സന്തോഷത്തോടുകൂടി എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ഗർഭിണിയായിരുന്ന കാലത്തെ പ്രയാസങ്ങൾ തുടങ്ങിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യം കുഞ്ഞിനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത് ഏതാണ്ട് 8 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്ന ഗർഭാശയത്തിലെ മുഴ അത് ഏതാണ്ട് 1 സെൻറ്റിമീറ്ററായി ചുരുക്കി കൊടുത്തതിനെ മകള് സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി കൈകൊണ്ട് ഒന്ന് ഇളകുകയും അതോടുകൂടി അവിടെ പഴുപ്പ് വന്ന് തുടങ്ങുകയും മുറിവുണങ്ങാതെ പ്രയാസപ്പെടുകയും ചെയ്തത്. അതും ഒത്തിരി ദിവസങ്ങൾ, ഏതാണ്ടൊരു 50 ദിവസത്തോളം അത് മുറിവുണങ്ങാതെ വലിയ ക്ലേശം അനുഭവിച്ചു. ഉടമ്പടി പുതുക്കി 3-ാമത്തെ ദിവസം പൂർണ്ണമായിട്ട് ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം നേടിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരിയുടെയും അതുപോലെ തന്നെ സ്റ്റിച്ച് അത് മുറിവുണങ്ങാതെ പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യണം, കീറി അത് സ്റ്റിച്ചെടുത്ത് കളയണമെന്ന രീതിയിൽ വീണ്ടും ക്ലേശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉടമ്പടിയുടെ ഉപ്പും തൈലവും പൂശി പ്രാർത്ഥിച്ചതിലൂടെ അത് പൂർണ്ണമായി പഴുപ്പ് വരുന്നത് നിൽക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഓരോ അനുഭവത്തെയും പങ്കുവയ്ക്കുമ്പോൾ അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒക്കെ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ആ സാക്ഷ്യത്തിൻ്റെ ആദ്യ പകുതി മുഴുവനും സംശയവും അവിശ്വാസവും നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കുവാനായി സഹോദരൻ്റെ ഭാര്യ ആവർത്തിച്ച് പറയുമ്പോഴും അതിൽ നിന്ന് വഴുതി മാറുന്ന വിശ്വാസക്കുറവോടെ അതിനെ കാണുന്ന ഒരു പ്രകൃതം സഹോദരിയിൽ ഉണ്ടായിരുന്നത് പറയുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ നമുക്കത് സംഭവിക്കുന്ന ഒരു കാര്യവുമാണ്. ഉടമ്പടിയിൽ വിശ്വാസമില്ലാതിരിക്കുക, നേർച്ച വസ്തുക്കളിൽ വിശ്വാസമില്ലാതിരിക്കുക, അതിങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് എന്തായാലും ഉടമ്പടി എടുത്ത് അതൊരു ഭാരമായിട്ടോ ചെയ്തു തീർക്കുവാൻ പറ്റാത്തൊരു കാര്യമായിട്ടോ കൊണ്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന് വഴുതു മാറി നിൽക്കാമെന്ന് കുറേയധികം പേരെങ്കിലും ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ജീവിത അനുഭവങ്ങളിലാണ് അമ്മ മാതാവിൻ്റെ ഇടപെടൽ എത്രത്തോളം ശക്തമെന്നും അമ്മയിലേക്കുള്ള ആശ്രയത്വം നമ്മൾ കൂട്ടുമ്പോൾ, അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതെത്ര കണ്ട് ജീവിതത്തെ ഈസിയാക്കുന്നു, ലളിതമാക്കുന്നു, ഭാരം കുറച്ചു തരുന്നു, വേദനകൾ ലഘൂകരിച്ചു തരുന്നു, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വേഗത്തിൽ തരണം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ തന്നെ മാറ്റിത്തരുന്നുവെന്ന് നമുക്ക് അനുഭവത്തിലൂടെ വെളിപ്പെട്ടു തരിക. സഹോദരി പറയുന്നുണ്ട്, 3 ഗൗരവമുള്ള വിഷയങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സൗഖ്യത്തിലേക്ക് വരുന്നത്. ആ ഉദരത്തിൽ കുഞ്ഞുണ്ടായിരുന്ന നാളുകളിൽ സഹോദര ഭാര്യ നൽകിയ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കുഞ്ഞ് ജനിച്ചിട്ട് പോലും ഉടമ്പടിയിലേക്ക് വരുവാൻ ആവർത്തിച്ച് സഹോദര ഭാര്യയെ പറഞ്ഞിട്ടും അതിനോട് മറുതലിച്ച് നിൽക്കുകയോ വേണ്ടെന്ന് കരുതി മാറി നിൽക്കുകയോ ചെയ്യുന്നതാണ് ചേച്ചിയുടെ സ്വഭാവത്തിൻ്റെ പ്രകൃതത്തിൽ നിന്നും വന്നത്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് അമ്മ മാതാവ് കൊണ്ടുവന്നത് ശരിക്കും അത്ഭുതകരമായിട്ടാണ്. അത് 3 വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ 3ഇടത്തും സൗഖ്യം കൊടുത്തുകൊണ്ടും സംരക്ഷണം കൊടുത്തുകൊണ്ടും ഞാൻ കൂടെയുണ്ട്, സൗഖ്യപ്പെടുത്തുന്ന കർത്താവായിട്ട്, കൈപിടിച്ച് നടത്തുന്ന ദൈവമായിട്ട്, ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തിൽ നിന്നും കരകയറ്റി ആശ്വസിപ്പിക്കുന്ന, ജീവിതത്തെ ബലപ്പെടുത്തുന്നവനായിട്ട് കൂടെയുണ്ടെന്ന് അമ്മയിലൂടെ അനുഭവം കൊടുത്തുകൊണ്ട് സഹോദരിയുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ അഭിഷേകമുള്ളതാക്കി, സൗഖ്യാനുഭവമുള്ളതാക്കി, പ്രത്യാശയുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആത്മശക്തി പകർന്നതാക്കി. അതിൻ്റെ സാക്ഷ്യമാണ് ഓരോ അനുഭവത്തിലൂടെയും സഹോദരി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ തിരുത്തി തരുവാനായിട്ട് കൂടുതൽ നന്നായി ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് വിൻസി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്.
ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ 2023 OET എഴുതി 2024 ന്യൂസിലൻഡ് എന്ന എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ അവിടെ പോയി. അങ്ങനെ എനിക്ക് അവിടെ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മാതാവ് എന്നെ ഒത്തിരി എല്ലാ കാര്യങ്ങളും എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കവിടെ ആദ്യം ഞാൻ ഒത്തിരി റെൻറ്റ് കൊടുത്തൊരു വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം എനിക്ക് അവിടെ ചെന്ന് ഞാൻ പരിചയപ്പെട്ടൊരു മലയാളി ഫാമിലി വഴി എനിക്ക് റെൻറ്റ് കുറച്ച്, അത് ഒത്തിരി ദൈവഭക്തിയുള്ളൊരു കുടുംബമായിരുന്നു അവർ അവിടെ. പക്ഷേ ഞാൻ അവിടെ പോകുന്ന സമയത്തൊന്നും എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ നൊവേന ചൊല്ലും, കൊന്ത ചൊല്ലും, പ്രാർത്ഥിക്കും, ബൈബിളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശുദ്ധ കുർബാനയിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ജോലി പെട്ടെന്ന് തന്നെ റെഡി ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 2 മാസം എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ കുറേയൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ എവിടെ എനിക്ക് ജോലിക്ക് അവർ വിളിക്കുന്നില്ല, ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ ഞാനവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 10 മാസത്തോളം അവിടെ നിന്നിട്ട് കുറേ പേര് തിരിച്ചു പോകുന്നു. അതുപോലെ 6 മാസം നിന്നിട്ട് റെൻറ്റ് പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോകുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിച്ചു എനിക്ക് എന്തായാലും ജോലി കിട്ടും. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ മാതാവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെല്ലാം കിട്ടും. അങ്ങനെ ഞാൻ 4 മാസമായി, എന്നിട്ട് എവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ പോലും വിളിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മ പറയും, കൃപാസനത്തിൽ വന്നിട്ട് നീ ഇങ്ങനെ സാക്ഷ്യം പറയേ, പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ 4 മാസം കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഈ സ്ട്രഗ്ലിംഗ് ഒക്കെ കണ്ടിട്ട് ഹസ്ബൻഡൊക്കെ പറഞ്ഞു തിരിച്ച് നീ നാട്ടിൽ കയറി പോരെ, ഇങ്ങനെ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ പോരാന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാൻ നിന്നു. അപ്പോഴും പൈസയുടെ കുറച്ച് ഷോർട്ട് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനത് കഴിഞ്ഞ് നാട്ടിൽ പോരാന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഇൻ്റർവ്യൂവിനൊരു കോള് വരുന്നത്. അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് പ്രിപ്പയർ ചെയ്ത് എന്തായാലും അപ്പോൾ ഇൻ്റർവ്യൂ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോകണം എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ ഒത്തിരി പേര് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരവസ്ഥയാണ്, വെറുതെ നമ്മൾ റെൻറ്റ് കൊടുക്കാമെന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു ഇതുമില്ല. ഇൻ്റർവ്യൂവിനെ വിളിച്ചാലും അവർ സെലക്ട് ആക്കുന്നില്ല, അവർ വിസയ്ക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് വിസ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ജോലി തരും. അപ്പോൾ ഞാൻ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയേക്കുന്നത്. അപ്പോൾ അവർ വിസ തരില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 1000-ഓളം ആളുകൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, നഴ്സുമാർ. അതും 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എനിക്ക് വെറും 6 വർഷം എക്സ്പീരിയൻസേ ഉള്ളൂ. അങ്ങനെ അവർക്ക് 50 പേരെയാണ് അവർക്ക് വേണ്ടത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പക്ഷേ എനിക്കൊരു തരി പോലും പേടിയൊന്നും തോന്നിയില്ല. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി ആണ് ഞാൻ പോകുന്നത്. എല്ലാ സമയത്തും മാതാവിൻ്റെ കൂടെയുള്ളതുപോലെ അതെനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്, കാരണം അത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സൊന്നും തോന്നിയില്ല, കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ പോലും ഇല്ല. അങ്ങനെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അവരുടെ മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ വിസ 1-2 മാസമൊക്കെ പിടിക്കും. അപ്പോൾ ഈ 2 മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നമ്മൾ 10,000 രൂപയുടെ അടുത്ത് നമ്മൾ ഒരു ആഴ്ച നമ്മളവിടെ റെൻ്റ് അടയ്ക്കണം. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് നാട്ടിൽ പോരാം, വിസയ്ക്ക് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ വിസയ്ക്ക് ഇട്ടു. അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി ഓഫർ ലെറ്ററൊക്കെ വന്നില്ല, നീ കൃപാസനത്തിൽ പോയിട്ട് നീ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരില്ല, ഞാൻ എന്തായാലും ഇത് വിസയൊക്കെ വരട്ടെ, വിസയൊക്കെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് അതിന് 2 ദിവസം മുന്നേ പോയിട്ട് അപ്പോൾ ഇത് പറയാം, സാക്ഷ്യം പറയാം. അപ്പോഴിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് 3-4 പേരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ. അപ്പോൾ അതിൽ കുറച്ച് പേർക്കൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവരൊക്കെ എൻ്റെ കൂടെ ഒരുമിച്ച് വിസ ഇട്ടു. പക്ഷേ അവർക്കൊക്കെ വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, ഇതെന്താ അവർക്കൊക്കെ വന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എന്നിട്ടും വരണില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ അവിടെ പോയി തിരി കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്താ എൻ്റെ മാത്രം വരാത്തതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് തിരി കത്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ സൈഡിൽ കുറേ പത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കിയപ്പോൾ കൃപാസനം പത്രമാണത്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ പേജ് തന്നെ നോക്കിയപ്പോൾ ഇവിടുത്തെ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോയാണ് അതിൻ്റെ ചിത്രമായിട്ട് ഇട്ടേക്കുന്നത് ആ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിത് വായിച്ചു. അപ്പോഴാണ് എനിക്ക് അമ്മ പറഞ്ഞത് മനസ്സിലായത്, അതിൽ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് മനസ്സിലായത്. അതുവരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിരുന്നില്ല, എല്ലാം പെട്ടെന്ന് വരുന്നുള്ള എൻ്റെ ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ആ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നമുക്കൊന്ന് കൃപാസനത്തിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നു.
നവംബർ 7-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത്, നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വിസ പെട്ടെന്ന് കിട്ടണം എന്നായിരുന്നു. അങ്ങനെ നവംബർ 7-ാം തീയതി ഉടമ്പടി എടുത്ത് നവംബർ 28-ാം തീയതി 20 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി വിസയാണ് വന്നത്. ഞങ്ങൾ 4 പേർക്കും കൂടി വിസ വന്നു. വിസ വന്നു കഴിഞ്ഞ് ഞാനപ്പോൾ മാതാവിനോട് ഞാനപ്പോൾ തന്നെ ഇവിടെ വന്നു. ഡിസംബർ 6-ാം തീയതി ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റണം എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് സിംഗിളായിട്ടുള്ള അക്കോമഡേഷൻ അവർ തരുള്ളൂ, ഫാമിലിക്ക് അവർ അക്കോമഡേഷൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനെന്തായാലും ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു സാധ്യതയില്ല, അവർ അക്കോമഡേഷൻ തരില്ല. അപ്പോൾ എനിക്ക് 4 വയസ്സ് 2 വയസ്സുള്ള 2 ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവരെയും കൊണ്ട് ഞാൻ അക്കോമഡേഷനൊന്നും ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാം. എന്നാലും ഞാൻ ചേട്ടയോട്, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും അത് കിട്ടും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ 5:30-ക്ക് തിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ കുടുംബത്തോടെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ലഭിക്കുന്ന വെഞ്ചരിച്ച എണ്ണ ഞങ്ങളെല്ലാവരും ലേപനം ചെയ്യും. അതിനെല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറയുന്ന പോലെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തി എനിക്ക് ഒത്തിരി മനസ്സിലാക്കി തന്നത് ഇവിടെ വന്നിട്ടാണ്. ദൈവവചനം കൂടുതൽ വായിക്കാനും അതിലൂടെ ഒത്തിരി നമുക്ക് ശക്തി ലഭിക്കുമെന്ന് മനസ്സിലായത് എനിക്ക് ആ ഒരു സമയങ്ങളിലായിരുന്നു. കാരണം ഒത്തിരി ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് കിട്ടുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എൻ്റെ മനസ്സിനുണ്ടായിരുന്നു. 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അക്കോമഡേഷൻ കിട്ടാനൊരു ചാൻസും ഇല്ല. അപ്പോൾ എൻ്റെ കൂടെ വിസ കിട്ട പിള്ളേരൊക്കെ അവിടെ പോയി. അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീട് കിട്ടാൻ ഭയങ്കര പാടാണ്, 15 വീട് കണ്ടിട്ടും അവർക്കൊരു വീട് പോലും ശരിയാവുന്നില്ല. ഈ വീടിൻ്റെ ഉടമ അത് അപ്രൂവ് ചെയ്യണം, എന്നാലാണ് നമുക്ക് വീട് കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്യാം, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്യണ്ട. കാരണം നമുക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തതിൻ്റെ പേ സ്ലിപ്പൊക്കെ നമുക്ക് വെക്കണം, അത് അപ്രൂവ് ആവണമെങ്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ടില്ല, പേ സ്ലിപ്പ് ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും കിട്ടാൻ 1% പോലും ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഏതിൽ അപ്ലൈ ചെയ്താലും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാം, ഫാമിലിയായിട്ട് പോകണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉടമ്പടിയിൽ പറയുന്ന പോലെ എല്ലാം, ഞങ്ങൾ നഴ്സുമാരായതുകൊണ്ട് എനിക്ക് ഒത്തിരി രോഗികളെ സന്ദർശിക്കാനും അവർക്ക് മുറിവുകൾ വെച്ച് കെട്ടാനായാൽ പോലും അതുപോലെ മരുന്നുകൾ കൊടുക്കാനും അങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ആരുമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കാൻ അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അക്കോമഡേഷൻ്റെ കാര്യം എന്തായാലും റെഡി ആവില്ല എന്നുള്ളൊരിത് തന്നെയായിരുന്നു. അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച മെയിൽ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഇത് അപ്രൂവ് ആയിട്ടില്ല എന്നുള്ളൊരു മെയിലാണ് ഞാൻ ചിന്തിച്ചിട്ടിരിക്കുന്നത്. രാവിലെ എണീറ്റ് ഞാൻ പക്ഷേ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇത് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അതും ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ എനിക്ക്, 200 മീറ്റർ ഡിസ്റ്റൻസിൽ എനിക്ക് അത്രയും അടുത്ത്. അതും ഞാൻ എൻ്റെ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ചെറിയ കുഞ്ഞ് ഫ്ലാറ്റ് പോലത്തെ വീടുകളും, കാരണം അവർ ഓടി നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു മിറ്റവും അങ്ങനെയൊക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ വേണം, ഒരു വീട് തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവ് നടത്തുകയാണെങ്കിൽ നടത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ മാതാവിൻ്റെ ഹിതം അതുപോലെ നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് വീട് റെഡിയായി. വീട് ഞാൻ അഡ്വാൻസ് കൊടുത്തു, ബോണ്ട് ഒക്കെ അടച്ചു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അവരോട് വിളിച്ചു, അവർക്ക് ഞാൻ മെയിൽ അയച്ചു, എനിക്കിങ്ങനെ വീട് അക്കോമഡേഷൻ റെഡിയായി. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് പോലും അക്കോമഡേഷൻ റെഡി ആവാതെ അവർ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഒരു സപ്പോർട്ടിങ് ഫയൽ പോലും വെക്കാതെ എൻ്റെ മാതാവിൻ്റെ ഒറ്റ ശക്തി കൊണ്ട് എനിക്ക് അവിടെ വീട് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു അക്കോമഡേഷൻ റെഡി ആയെങ്കിൽ ഫാമിലിക്ക് റെഡി ആയെങ്കിൽ നീ ടിക്കറ്റ് എടുത്തിട്ട് പോരാ, നമുക്ക് കുഴപ്പമില്ല, ഇനി ഡിലേ ആക്കണ്ടെന്ന് പറഞ്ഞു അവർ. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഞങ്ങൾ പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. കുടുംബമായിട്ടാണ് പോകുന്നത്. അങ്ങനെ കൃപാസനം പ്രസാദര മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ വഴി ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കാലുമ്മേ ഒരു മുറിവ് 2 വർഷമായിട്ട് ഉണങ്ങാതിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഉണങ്ങി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതുപോലെ മുറിവ് വെച്ച് കെട്ടുമ്പോൾ, ഞങ്ങൾ തന്നെയാണ് വെച്ച് കെട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ മുറിവ് കഴുകി വെച്ച് കെട്ടുമ്പോൾ കൃപാസനം ഇവിടുന്ന് വെഞ്ചരിച്ച എണ്ണ അതൊക്കെ ലേപനം ചെയ്തിട്ടാണ് ഞങ്ങളത് വെച്ച് കെട്ടിയിരുന്നത്. ആ മുറിവും മമ്മീനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ആ മുറിവ് ഉണങ്ങി, മമ്മിക്ക് ആ മുറിവിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഇല്ല. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ
നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ്. വിൻസി എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നതും വിദേശത്ത് ചെന്നതിന് ശേഷം അനുഭവിച്ച വലിയ പ്രതിസന്ധികളും ക്ലേശങ്ങളെയും മകൾ ആദ്യ പകുതിയിൽ വിവരിക്കുന്നുണ്ട്. ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും ചെയ്തപ്പോൾ ന്യൂസിലൻഡിൽ ജോലി തേടി ചെന്ന് അത് മുഴുവനും പരാജയപ്പെടുകയും വലിയ സാമ്പത്തിക നഷ്ടവും മനക്ലേശവും മാസങ്ങൾ നഷ്ടപ്പെട്ടതുമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ മാതാവ് അത്ഭുതകരമായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ഫാമിലി വിസ തയ്യാറാക്കി കൊടുത്തതും അവിടെ ജോലിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ അപേക്ഷിക്കുമ്പോൾ മകൾ ആഗ്രഹിച്ചതുപോലെ മക്കൾക്ക് മുറ്റമുള്ള ഒരു ഹൗസ് വേണമെന്നുള്ളത്, വീട് വേണമെന്നുള്ള ആ നിയോഗത്തെ പോലും അമ്മ മാതാവ് കണ്ടറിന് മകൾക്ക് സഹായിച്ച് അനുകൂലമാക്കി നൽകിയതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, 2 കാര്യവും ഇത്തിരി അസാധ്യമെന്ന് കരുതിയതാണ്. ഏതാണ്ട് 1000-ഓളം പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്നാണ് മകൾക്ക് 50 പേരിൽ താഴെ വേണ്ട ആ ഒരു സ്ലോട്ടിലേക്ക് മകളെ കൂടി ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തത്, സാധാരണ ചെയ്യുന്ന ആശുപത്രിയുടെ സാലറി പേ സ്ലിപ്പൊക്കെ വെക്കുമ്പോഴാണ് വീടിൻ്റെ കാര്യങ്ങൾ ശരിയായി കിട്ടുക. അതൊന്നും വെക്കാതെ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട് കണ്ടെത്തുവാനും അത് ആശുപത്രിയിൽ നിന്നും 2-3 മിനിറ്റ് മാത്രം ദൂരെ വീട് കണ്ടെത്തുവാൻ തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിലേക്ക് നമ്മളൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ളത് എന്താണോ, വിശദീകരിച്ച് നൽകുവാൻ സാധിക്കുന്നത് എന്താണോ, അത്തരത്തിൽ അമ്മ മാതാവ് നിയോഗങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി അതെപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിലുള്ള കൃത്യസമയത്തുള്ള പങ്കുചേരലിലൂടെ, ഉടമ്പടി ധ്യാനത്തിലും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനുമുള്ള സ്ഥിരതയുള്ള നമ്മുടെ പങ്കുചേരലിലൂടെ നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന ഓരോ വിശ്വസ്തതയും നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന് അടിസ്ഥാനമായി അമ്മ മാതാവ് എടുക്കുന്നു, കാണുന്നു. അതുവഴി ഭാരങ്ങൾ ലഘൂകരിച്ച് അസാധ്യമെന്ന് കരുതുന്നത് പോലും സുസാധ്യമാക്കി തന്നുകൊണ്ട് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അതിന് തിരുക്കുമാരനോട് നമുക്കായി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ ആലയത്തിൽ പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം സമർപ്പിക്കും. ബെൻസി, ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 22 ജനുവരി 2023 ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അവളാകെ കൂടെ പറയുന്ന വേട് ആര് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരുപാട് നാണം കെട്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ പേര്. ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കിയത് 16 ഒക്ടോബർ 2020 അതെൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ഉടമ്പടി എടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞ് വേടുകൾ പറഞ്ഞ് സംസാരിക്കുകയും വചനം പറയുകയും ഈശോയുടെയും മാതാവിൻ്റെയും പാട്ടുകൾ വരെ പാടാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിനെ സംസാരിക്കാൻ സഹായിച്ച ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത്, ഞങ്ങൾ 2 പെൺമക്കളാണ്. എൻ്റെ മമ്മിക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ആരുമില്ല. അപ്പം കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. അവർ എൻ്റെ കസിനൊക്കെ വഴി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അപ്പയും അമ്മയും അവിടുന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കണമെന്ന്. ഇപ്പം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എൻ്റെ പപ്പായും മമ്മിയും നിൽക്കുന്നത് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച വീട്ടിലാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു സന്തോഷത്തോടെ നിൽക്കുന്നു. മൂന്നാമതെന്ന് പറയുന്നത്, എൻ്റെ ബ്രദറിൻ്റെ മകൾ, പേര് മാളു. അവൾക്ക് അംഗീകാരമില്ലാത്തൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവളുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വെച്ചപ്പോൾ അവൾക്ക് വേണ്ടി മാതാവിനോട് യാചിച്ചു. മാതാവ് അവളിവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ അന്ന് രാത്രി അവൾക്ക് കോളേജിൽ നിന്ന് ഫോൺ വന്നു, അവളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കാമെന്നും അതേപോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അംഗീകാരമുള്ള പുതിയൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ കാര്യത്തിലെല്ലാം തടസ്സമായി, എക്സാം എഴുതുന്നതെല്ലാം ഫെയിലായി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ജോലി ലഭിച്ചു. അതേപോലെ തന്നെ ഞാൻ
ഇവിടെ വരുന്നതിൻ്റെ 1 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ വീടിന് താഴെ റെയിൽവേ പാളം, അവിടെ കൂടെ ട്രെയിൻ പോകുമായിരുന്നു. അപ്പം ഓൺ അടിച്ചല്ല വന്നത്. എൻ്റെ അപ്പ സാധനം കൊണ്ടുവന്നിട്ട് എന്നെ താഴെ ഇന്ന് വിളിച്ച് ട്രെയിന് ഒരു 5 നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇടിച്ചേനെ. പക്ഷേ അവിടെ ആരോ ആ ട്രെയിനെ സ്ലോ ചെയ്ത് നിർത്തി. ഞാൻ ആ പാലം കിടന്ന് താഴെ എത്തിയ ശേഷമാണ് ട്രെയിൻ പോയത്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് വരെ നമ്മൾ ഈ ഉടമ്പടി കേൾക്കും. അതേപോലെ ഒരു വലിയ ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചാണ്. എൻ്റെ മാൻഡിബിൾ ബോൺ ഫുള്ള് തകർന്നു പോയതാണ്. ഞാൻ മരിച്ചു പോകണ്ടെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ മാൻഡിബിൾ ബോൺ മാത്രമേ പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്നും മാതാവ് ഈശോ എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പേപ്പർ കൊടുക്കും. അതുപോലെ സൂപ്പർ മാർക്കറ്റിലും കടകളൊക്കെ പോയി പേപ്പർ കൊടുക്കുകയും എൻ്റെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെ ഞാനും പറഞ്ഞു, നിങ്ങളെല്ലാവരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെക്കുമെന്ന്. പിന്നെ എന്നോട് പറയുന്ന ക്യാൻസർ രോഗികൾക്കൊക്കെ അവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി പൈസ കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കുന്നതിനൊക്കെ പൊതിച്ചോറൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവരോട് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോരാടെങ്കിലും സാമ്പത്തിക സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ പ്രകാശ് താരയിൽ എന്ന് പറയുന്ന പത്തനംതിട്ട ഒരു സ്ഥലത്ത് ഡിസേബിലിറ്റി ആയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ഞാനൊരു ദിവസം അവരെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ കുഞ്ഞിനാരും ഒരു കേക്ക് പോലും മേടിച്ചു കൊടുക്കാൻ ഒന്നും പറ്റിയില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ മകൾക്ക് ഞാൻ എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. ഞാൻ ആ കുഞ്ഞിനും ഒരു കേക്ക് വാങ്ങിക്കൊടുത്തു. അവിടെയുള്ളവർക്കെല്ലാം വന്ന് ആ കേക്ക് കൊടുത്തു. ആ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അവരൊരുപാട് നന്ദി പറഞ്ഞു. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും കൃപ കൊണ്ടാണ് ഇന്ന് ഈ തിരുസന്നിധിയിൽ എന്നെ നിർത്താൻ തന്ന യോഗ്യതയ്ക്ക് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മാതാവേ നന്ദി, മാതാവേ സ്തോത്രം. ബെൻസി പറഞ്ഞത് കുഞ്ഞ് 3 വയസ്സായിട്ടും ആര് എന്ന് മാത്രമേ പറയുകയുള്ളായിരുന്നു എന്ന്. എന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ കൊച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനും പാട്ടുപാടുവാനും ഒക്കെ തുടങ്ങി. ഇത് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് പ്രകടമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത മക്കൾക്ക് പലർക്കുമുള്ള അനുഭവമാണ് അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത്. സങ്കീർത്തനം 50:15 അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.